ഗൈസ്, രാജേഷ് മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള പെണ്ണും പൊറാട്ടും സിനിമ കണ്ടു കഴിഞ്ഞു. രാജേഷ് മാധവൻ കുഞ്ഞു കുഞ്ഞു തമാശകളിലൂടെ നമ്മളെ അത്യാവശ്യമൊക്കെ ചിരിപ്പിച്ചൊരു നടനാണ്. ആ നടൻ ആദ്യമായിട്ടൊരു സിനിമയുമായിട്ട് വരുന്നു, പെണ്ണും പൊറാട്ടും. അപ്പം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്കൊക്കെ മാത്രമായിട്ട് അവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല രാജേഷ് മാധവൻ എന്നാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യ സംവിധാന സംരംഭത്തിലൂടെ തന്നെ ഏറ്റവും മികച്ചൊരു സിനിമ തരുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു കുറ്റവും പറയാനില്ലാത്ത സിനിമയായിട്ടാണ് അത് മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത്. വളരെ മികച്ചൊരു സ്റ്റോറി ടെല്ലിംഗ് ആണുള്ളത്. അതേപോലെ തന്നെ മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും വളരെ മികച്ച രീതിക്ക് ചെയ്യുന്നു. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ചതായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഈ സിനിമ കാണുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. വളരെ മികച്ചൊരു സിനിമ കണ്ടതുപോലെയുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ സിനിമയുടെ കഥാകാര്യങ്ങളിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും വളരെ യുണീക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നാമത് പാലക്കാടൻ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള സകല മലയാള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പാലക്കാടൻ പശ്ചാത്തലത്തിൽ കുറെ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അധികം സിനിമകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മന, അവിടുത്തെ പ്രതാപികളായിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ, നായർ സെറ്റപ്പ്, ഉന്നത കുലജാതരായിട്ടുള്ള അങ്ങനെയുള്ള മൂവീസ് ആണ് പാലക്കാടൻ പശ്ചാത്തലത്തിൽ അധികമായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാവുന്ന ഒരു പാലക്കാടൻ സിനിമയാണ്, അല്ലെങ്കിൽ പാലക്കാടൻ കണ്ടിട്ടില്ലെങ്കിലും അതിനകത്ത് നമുക്ക് പാലക്കാട് എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന ഒരു സിനിമയാണ് ഓർഡിനറി സിനിമ. അതിനകത്ത് ബിജു മെനോൻ ചെയ്ത കഥാപാത്രമാണെങ്കിലും നമുക്ക് പാലക്കാടൻ സംസാര ശൈലിയൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയുന്ന പാലക്കാടൻ ജീവിത രീതിയും സിനിമയും ഭാഷയും എല്ലാം വളരെ ചുരുക്കമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പാലക്കാടൻ പശ്ചാത്തലത്തിൽ കഥ പറയുന്നു. അത് വളരെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന കുറേ മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള കഥാപാത്രങ്ങളില്ല, എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കഥ പറയുന്നു. മനുഷ്യരുടെ മാത്രമല്ല, ഈ സിനിമയ്ക്കകത്ത് മൃഗങ്ങളെയും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പറയാം. അപ്പൊ അത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമുക്കാർക്കും വലിയ രീതിക്ക് കണ്ടു പരിചയമില്ലാത്തൊരു പാലക്കാടൻ ശൈലിയിലുള്ള ഒരു സംഭവമാണ് സിനിമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, പാലക്കാടൻ പശ്ചാത്തലത്തിൽ കഥ വികസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് പാലക്കാടിലെ തനത് കലാരൂപമായിട്ടുള്ള പൊറാട്ട് നാടകത്തെ വളരെ മികച്ച രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പൊറാട്ട് നാടകം എനിക്ക് വലിയ രീതിക്ക് പരിചയമുള്ള ഒരു സംഭവം അല്ലെങ്കിലും പൊറാട്ട് നാടകത്തിന്റെ കുറെ ഫ്ലേവറുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് മൃഗങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ കൊണ്ടുവരുന്നു. ഒരു പേ പിടിച്ച നായയുടെ പിറകെ എല്ലാവരും ഓടുന്നു. അതേപോലെ തന്നെ കുറെ പേ പിടിച്ച മനുഷ്യന്മാർ ഇപ്പുറത്ത് വേറെ സൈഡിലൂടെ ഓടുന്നു തുടങ്ങിയിട്ടുള്ള അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ശ്രമം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തം എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പൊ സിനിമയുടെ കഥയിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ, പട്ടട എന്ന് പറയുന്ന പാലക്കാടിലെ വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു സുപ്രഭാതത്തിൽ ഒരു നായ, ആ നായ അതിന്റെ ഉടമസ്ഥതയുടെ കയ്യിൽ കടിച്ചുകൊണ്ട് അവിടുന്ന് ചങ്ങല പൊട്ടിച്ച് ഓടുകയാണ്. ആ നായ്ക്ക് വിഷബാധ ഉണ്ടെന്നുള്ള ഒരു സംശയം വരുന്നു. അതിന്റെ പുറത്ത് നാട്ടുകാർ മൊത്തം ആ നായയുടെ പിറകെ ഓടുന്നു. അതേസമയം തന്നെ അപ്പുറം ഒരു വശത്ത് സമാന്തരമായിട്ട് ഒരു കഥ നടക്കുന്നുണ്ട്. കുമാരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ കാണിച്ചു കൂടുന്ന കുറച്ച് മണ്ടത്തരത്തിന്റെ പുറത്ത് കുറെ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് അപ്പുറത്ത് വേറൊരു വശത്ത് കൂടെ കുറെ വിഷയങ്ങളുടെ പുറകെ ഓടുന്നുണ്ട്. അപ്പൊ സമാന്തരമായിട്ട് രണ്ട് കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ കഥകളിലൂടെ കുറെ പൊളിറ്റിക്സ് ഇതിനകത്ത് കുറെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് പുരുഷാധികാരം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഒരു സ്ത്രീക്ക് അവരുടെ അഭിപ്രായങ്ങൾ നഷ്ടപ്പെടുന്ന തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ മനുഷ്യരെക്കാൾ ഏറ്റവും മനോഹരമായിട്ട് മൃഗങ്ങൾക്ക് ഒത്തുചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് കൂടിയാണ് സിനിമ കാണിക്കുന്നത്. അവിടെ മൃഗങ്ങൾക്ക് ഈ പറയുന്ന ജാതി, വർഗം, അത് ഇത് പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് കാണിക്കുന്നുണ്ട്. തുടങ്ങിയിട്ട് കുറെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലൂടെ സിനിമ പോകുന്നുണ്ട്. സമാന്തരമായിട്ട് പറഞ്ഞു പോകുന്ന രണ്ട് കഥകളാണ്. ഒന്ന് മനുഷ്യന്റേതാണെങ്കിൽ മറ്റൊന്ന് മൃഗത്തിൻ്റെതാണ്. പക്ഷെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിക്കാണ് ഇതിനെ രണ്ടിനെയും ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഒരു ഏറ്റവും മികച്ച രീതിക്ക് പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡയറക്ടോറിയൽ ഷോക്കേസ് ആണ് ഈ മൂവി എന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് പുതുമുഖങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് രാജേഷ് മാധവൻ, റൈന, ഇവർ രണ്ടുപേരും മാത്രമാണ് നമുക്ക് അറിയുന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ളത്. ബാക്കി അത്രയും പേരും പുതുമുഖങ്ങളാണ്. പക്ഷെ ഒരു രക്ഷയുമില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. കുമാർ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ചെറുപ്പക്കാരൻ അതിഗംഭീരമായ പെർഫോമൻസ്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ ഭാവി വാഗ്ദാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുജാതൻ മാഷായിട്ട് വന്നിട്ടുള്ള ഷനോജ് അലനല്ലൂർ. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ഗംഭീരം എന്ന് വെച്ചാല്
എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചെന്ന് അറിയോ? രാജേഷ് മാധവനെ എവിടുന്നാണ് ഈ ആർട്ടിസ്റ്റുകളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നെന്നുള്ളത് നോക്കി കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഡയറക്ടേഴ്സും കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവരുടെ ഒക്കെ പെർഫോമൻസ്, ഇതേപോലെ തന്നെ കുമാറിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ആ പുള്ളിക്കാരുടെ പെർഫോമൻസ്, എല്ലാവരും ഗംഭീരമായിട്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കുട്ടിയുണ്ട്, അവളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒരു പെൺകുട്ടി ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് കുറച്ച് ഏഷണി കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഒരു പെൺകുട്ടി. എല്ലാവരും നൈസായിട്ട് അങ്ങ് പെർഫോം ചെയ്യുക, അങ്ങ് തകർക്കാന്ന് പറയല്ലോ. ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ ആണുങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് കയ്യേറുന്നുണ്ട്. ഇതിനകത്ത് സ്ക്രീനകത്ത് പെണ്ണുങ്ങൾ തകർക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിക്കും നോക്കുകയാണെങ്കിൽ ഗംഭീരമാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് പെണ്ണും പൊറാട്ടും. അതേപോലെ തന്നെ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്രീൻ ഗ്രാമർ ഉണ്ട്. ക്യാമറ ആണെങ്കിലും ഫ്രെയിമിംഗ് ആണെങ്കിലും ബ്ലോക്കിംഗ് ആണെങ്കിലും സൈലൻസ് ആണെങ്കിൽ പോലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ ഗ്രാമർ ഉണ്ട്. അതൊക്കെ രാജേഷ് മാധവൻ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ കൺട്രോൾഡ് പെർഫോമൻസസ്. അപ്പം പുതുമുഖ താരങ്ങളാണ് ഏറ്റവും അധികമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കുറച്ച് മുമ്പോട്ട് പോരുന്നെങ്കിൽ ഓവർ ആകുമായിരുന്ന, അല്ലെങ്കിൽ കുറച്ച് പുറകോട്ട് വന്നിരുന്നെങ്കിൽ വളരെ ഡൗൺ ആയി പോകാമായിരുന്ന പെർഫോമൻസ് ആയി തീരുമായിരുന്നു. പക്ഷേ ഡയറക്ടർ വളരെ കൃത്യമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവരെ കൊണ്ട് ചെയ്യേണ്ട അതേ കറക്റ്റ് മീറ്ററിൽ സാധനം ചെയ്യിപ്പിച്ചു. സോ ആ പെർഫോമൻസിൽ പോലും ഡയറക്ടറുടെ ഒരു സിഗ്നേച്ചർ അവിടെ കാണാനുണ്ട്. അതിപ്പം മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, പട്ടികളുടെ ഒക്കെ കാര്യത്തിലും പൂച്ചയുടെയും മൃഗങ്ങളുടെ ഒക്കെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതിനകത്ത് ഈ പട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഈ പട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് പട്ടിയുടെ റിയാക്ഷനിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും പക്ക ഓക്കെ, നമുക്കത് കറക്റ്റ് ആയിട്ട് കൺവേ ആവുന്നുണ്ട്. നമുക്കൊരു മിസ്റ്റേക്കും ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ട് POV കൊടുക്കുന്നു, റിയാക്ഷൻ കൊടുക്കുന്നു, ഇതെല്ലാം പക്കായിട്ട് വരുന്നുണ്ട്. മൃഗങ്ങളുടെ കാര്യത്തിലും പക്കായിട്ട് ഇതേ കൺട്രോൾഡ് പെർഫോമൻസസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് സബ് ടെക്സ്റ്റ് ആൻഡ് ലെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച്. അതായത് നമ്മളിപ്പോ ഈ സിനിമ കാണുന്നു, നമ്മൾ സർഫസ് ലെവലിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയെ കാണുന്നത്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും, കുറച്ച് കാലങ്ങൾ വേണ്ട, അടുത്ത സെക്കൻഡ് നമ്മൾ വീണ്ടും ഈ സിനിമ എടുത്ത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനകത്തുനിന്ന് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ള സാധ്യത കൂടി ഒരുപാട് തരുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ ഒരു കഥ പറഞ്ഞു പോകുന്നു, അപ്പുറത്ത് വേറെ കഥ നടക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും ഓരോ തവണ കണ്ടു കഴിയുമ്പോഴും അതിനകത്തുനിന്ന് പുതിയ കാര്യങ്ങൾ കണ്ടു പഠിക്കാൻ മാത്രം ഉള്ള എന്തൊക്കെയോ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സെക്കൻഡ് ടൈം കണ്ടാലേ കൂടുതലായിട്ട് എന്തൊക്കെ കിട്ടുമെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ സംഭവം ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇതിനകത്ത് എനിക്ക് ഏറ്റവും ശക്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് എന്റെ മാത്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും ശരി, അവർക്ക് താല്പര്യമില്ലാത്ത, അവർക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് മാറുമെന്നും അതിനുള്ള സ്പേസ് ഈ ഭൂമിക്കകത്ത് ഓരോരുത്തർക്കും, ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് എവിടെയോ കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് ഓക്കെ ആവണമെന്നില്ല. അപ്പൊ ഇതിനകത്തുള്ള നായിക കഥാപാത്രമായിട്ടുള്ള ചാരുലത പോലെ തന്നെ അപ്പുറത്ത് സുട്ടു എന്ന് പറയുന്ന പട്ടിയുടെ കഥാപാത്രം, ഇവർക്കൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. ഇവർക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ, ഇവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് അവരവരുടെ സ്വാതന്ത്ര്യം കണ്ടെത്തുമെന്ന് പറയുന്ന, കൃത്യമായിട്ട് നോ എന്ന് പറയുന്ന സൂചന കൊടുത്തുകൊണ്ട് തന്നെ അവരവരുടെ സ്വാതന്ത്ര്യം കണ്ടെത്തുമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് എവിടെയോ ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡോൺ വിൻസെന്റ് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുള്ളത്. പൊറാട്ട് നാടകത്തിന്റെ കുറച്ച് ശകലങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ആ ഒരു സിനിമ കാണുന്ന സമയത്ത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുന്ന സമയത്ത് വളരെ യൂണീക്ക് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് പൊറാട്ട് നാടകം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ആ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് വളരെ യൂണീക്ക് ആയിട്ടുള്ള സംഭവമാണ്. ഒട്ടും ലൗഡ് അല്ലാത്ത വിധത്തിൽ, ഒന്നും ഏറിപ്പോയാൽ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള അവസ്ഥയാണ്. പക്ഷെ വളരെ മിതപ്പെടുത്തി, വളരെ യൂണീക്ക് ആയിട്ടുള്ള രീതിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സബിൻ ഊരാളിക്കണ്ടിയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക്, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പാലക്കാടൻ ഗ്രാമീണ പശ്ചാത്തലം, ആ ഒരു നാടും അതിന്റെ ഒരു വൈബും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഓഡിയൻസിലേക്ക് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വളരെ മികച്ച രീതിക്ക് പറ്റിയിട്ടുണ്ട്. ചമൻ ചാക്കോ ആണ് എഡിറ്ററായിട്ട് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ആ ഒരു സ്റ്റോറിയിലേക്ക്, ആ ഒരു പാലക്കാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നമ്മളെ വളരെ എളുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ മനോഹരമായിട്ട് ആ ഒരു ഫ്ലോയിലേക്ക് ഈ സിനിമയെ എത്തിക്കാനും നമ്മളെ എത്തിക്കാനും ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട, ഒരു തവണയെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ് പെണ്ണും പൊറാട്ടും. വേറെ ഒന്നും കൊണ്ടല്ല, അതൊരു തിയേറ്റർ മൂവിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്രയും കാലം കണ്ട മലയാള സിനിമകളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ മൂവി തരുന്നുണ്ട്. സോ ഒരു തവണയെങ്കിലും പെണ്ണും പൊറാട്ടും പോയി കാണണം എന്നുള്ളതാണ് ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം.